തട്ടക്കാടേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഞങ്ങളുടെ തുടക്കം തന്നെ ഒരു കള്ള് ഷാപ്പിലാണ്. ഇവിടെ കോതമംഗലത്തടുത്തൊരു നാടൻ കള്ള് ഷാപ്പുണ്ട്. അത്യാവശ്യം നല്ല കറിയും കിട്ടുന്നതാണ് പ്രതീക്ഷിക്കണേ. കയറാൻ പോകണം. ഇവിടെ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. ഇതാണ് കള്ള് ഷാപ്പ്. മുന്തിരിത്തോപ്പ് എന്നാണ് എൻ്റെ പേര്. പോണ വഴിക്ക് തന്നെയാണ്, തട്ടക്കാട് പോണ വഴിക്ക് എൻ്റെ സൈഡിലാണ്. ഞങ്ങളിങ്ങനെ സാധാരണ നല്ല കള്ള് ഷാപ്പ് കാണുമ്പോൾ കയറി കഴിക്കാറുണ്ട്. കള്ള് കഴിക്കാറില്ല, കാരണം വണ്ടി ഓടിക്കുന്ന കാരണം കള്ള് കുടിക്കാറൊന്നുമില്ല. പക്ഷേ ഭക്ഷണം നല്ല എരിവുള്ള ഭക്ഷണമൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ഞങ്ങൾ അതുകൊണ്ടാണ് കള്ള് ഷാപ്പിൽ കയറാറ്. നല്ലൊരു ഭക്ഷണമായിരുന്നു. അത്യാവശ്യം നീറ്റായിട്ട് തന്നെ അവർ കൊടുക്കുന്നുണ്ട്. ഫുഡിൻ്റെ റേറ്റും വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ലതായിരുന്നു. അപ്പുറയായിരുന്നു നമ്മുടെ ഷാപ്പ്. നമ്മൾ ഇപ്പോഴത്തേക്ക് മാറ്റിയിട്ട് ഒരു മാസക്കാലമായി. ഒരു മാസമായിട്ടില്ലേ? ഇപ്പോൾ അത്യാവശ്യം കച്ചവടം ഉണ്ടോ? അത്യാവശ്യം കുഴപ്പമില്ല, നല്ല കച്ചവടം. രാവിലെ നമ്മൾ രാവിലെ 8 മണി തൊട്ട് രാത്രി 8 മണി വരെയാണ് നമ്മൾ. 8 മണി വരെ അല്ലേ? ഇത് കള്ള് തെങ്ങുകളാണോ പനങ്ങളിലാണോ? തെങ്ങുകളുണ്ട്, പനങ്ങളുണ്ട്. ഇവിടെ ചിത്ര കള്ളുണ്ട്. ഇവിടെ തന്നെ നാടൻ ചിത്തുകളുണ്ട്, പനങ്ങളുണ്ട്. എത്ര റേറ്റ് ഒക്കെ എങ്ങനെയാണ് തെങ്ങിൻ്റെ? നമ്മൾ തെങ്ങിന് 140 രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. പനക്ക് 120 രൂപ. എല്ലാ ദിവസവും ഉണ്ടാവും? എല്ലാ ദിവസവും ഉണ്ടാവും. പിന്നെ നമുക്ക് മുയലുണ്ട്, ഞണ്ടുണ്ട്, അങ്ങനെയുള്ള ഐറ്റംസ്. താറാവ് എല്ലാ ദിവസവും ഉണ്ടാവില്ല? എല്ലാ ദിവസവും. ഞായറാഴ്ച ഉണ്ടാവും. ഞായറാഴ്ച കൂടുതൽ. ഞായറാഴ്ച കൂടുതൽ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം അവധിയില്ലല്ലേ? ഇല്ല. നമുക്ക് ഗാന്ധി ജയന്തി, അങ്ങനെ ഗാന്ധി സമാധി, അങ്ങനെയുള്ള ശ്രീനാരായണ ഗുരു സമാധി. അല്ല, ഇപ്പൊ ഇങ്ങോട്ടേക്ക് മാറിയപ്പോൾ ലൊക്കേഷൻ മാറിയപ്പോൾ കുറച്ച് ആൾക്കാർ കൂടുതലുണ്ട്. അപ്പോൾ ആള് കൂടുതലുണ്ട്, കുഴപ്പമില്ല. നമുക്ക് ഉച്ചയ്ക്ക് ഊണാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഊണാണ് മെയിനായിട്ട് അല്ലേ? എൻ്റെ പേരിന്റെ ഷാപ്പിലെ അറിയുന്നതാണ് മുന്തിരിത്തോപ്പ് ഷാപ്പ് അല്ലേ? ഞാൻ നിങ്ങളുടെ കാണിച്ചിട്ട്. പിന്നെ ഷാപ്പിലേക്ക് കറി കഴിച്ച് ഉന്മത്തനായി. അതായത് എരിവ് കാരണം നമുക്ക് ഒരു എരിവുരി സഞ്ചരമായിരുന്നു. പിന്നെ 2 കിലോ ഓറഞ്ച് വാങ്ങിച്ച് കഴിച്ചിട്ടാണ് അതിൻ്റെ ഒരു ആശ്വാസമായത്. നമ്മളീ പോണ വഴിക്ക് മുഴുവനും കൂപ്പാണ്, തേക്കിൻ്റെ കൂപ്പാണ് ശരിക്കും. അപ്പുറത്തും ഇപ്പുറത്തും നല്ല ഭംഗിയാണ് ഇതിലൂടെ പോകാൻ. അല്ലെങ്കിൽ കാട്ടിനുള്ളിലൊക്കെ പോകാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ. തട്ടേക്കാട് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഫോറസ്റ്റ് തേക്കിൻ്റെ ഒരു ഫോറസ്റ്റ് തന്നെയാണ് അധികം ചുറ്റും. പിന്നെ ഇവിടെ നിന്ന് കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു 15 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ വേറൊരു ഫോറസ്റ്റ് വരുന്നുണ്ട്. വേറൊരു ഫോറസ്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് മലയാറ്റൂരാണ്. മലയാറ്റൂർ കൂടി ആ രാജമല വരെ ഇത് പോകുന്നതാണ് പറയണത്. ഈ സംഭവമില്ല. ഇടമലയാറൊക്കെ ഇതിൻ്റെ അടുത്താണ്. അപ്പോൾ ഇടമലയൊക്കെ ഒരേ എക്സ്റ്റൻഷൻ വരുന്ന കൂപ്പാണെന്ന് അല്ലെങ്കിൽ കാടാണെന്ന് ഓർക്കുക. ഇത് ഒരു പാലമാണ്. പണ്ട് പാലം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരു 3 ചങ്ങാടം വച്ചിട്ട് ജങ്കാർ പോലെ ഉണ്ടാക്കിയിട്ടാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ അങ്ങനെ നേരത്തെ പോയത്. പിന്നെ ഇപ്പോൾ പാലം ഉണ്ടാക്കിയിട്ട് ആദ്യമായിട്ടാണ് വന്നെ. സോ ഈ പാലം വന്ന കാരണം കുറേ ഗുണം കിട്ടിയിട്ടുണ്ട്. ഈ ജങ്കാർ പലപ്പോഴും മറിയാറുണ്ടായിരുന്നു. കുറേ ആൾക്കാർക്ക് അപകടത്തിൽപ്പെടാറുണ്ട്. പിന്നെ ഇവിടെ വലിയൊരു അപകടം നടന്നിട്ടുണ്ടായിരുന്നു. ഒരു കൊട്ടവഞ്ചിയിലൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കുറേ കാലം മുമ്പ്. അപ്പോൾ അന്ന് കുറേ സ്കൂൾ വിദ്യാർത്ഥികൾ വന്നിട്ട് കുറച്ച് പേരൊക്കെ അതിൽ മുങ്ങി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ ദാരുണമായൊരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ കുറേ കാലത്തേക്ക് അവരൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ നീറ്റാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ നമ്മളിപ്പോൾ ആ കടവ് കടന്ന് അപ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന ഇതാണ് ഈ തട്ടക്കാട് ബേർഡ് സാഞ്ചുറി. ഇത് കേരളത്തിലെ ആദ്യത്തെ ബേർഡ് സാഞ്ചുറിയാണ്. 1983 സലീം അലി ഇവിടെ വന്നിട്ട് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്തതാണിത്. അപ്പോൾ ശരിക്കും ഇത് സലീം അലീസ് ബേർഡ് സാഞ്ചുറി നിങ്ങളുടെ അറിയപ്പെടുന്നുണ്ട്. സലീം അലി ഇതിന് വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആണ് ഇതിങ്ങനെ ബേർഡ് സാഞ്ചുറി ആക്കാൻ മാറ്റാൻ റെക്കമെൻഡേഷൻ കൊടുത്തതും. പിന്നെ ടാറ്റ ഗ്രൂപ്പും ഇതിൻ്റെ വലിയ പ്രൊജക്റ്റുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് ഇവിടുത്തെ പാർക്കിംഗ് ആണ്. പാർക്കിങ്ങിന് ഒരു നല്ലൊരു കാശ് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ടിക്കറ്റ് 20 രൂപ എന്ന് പറഞ്ഞാൽ ചെന്നാൽ, പക്ഷേ 60 രൂപയാണ് ടിക്കറ്റ് ഒരാൾക്ക്. പാർക്കിങ്ങിന് വേറെ കാശുണ്ട്. ഇതൊരു ടോയ്ലറ്റ് ഫെസിലിറ്റിയാണ്. അതെല്ലാം നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ക്യാഷ് കൊടുത്ത് എടുക്കില്ല, കംപ്ലീറ്റ് ഗൂഗിൾ പേ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ക്യാഷ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അവർ സ്വീകരിക്കുന്നതായിരിക്കില്ല. ഞാൻ പറയുന്നത് തട്ടേക്കാട് ബേർഡ് സാഞ്ചുറിയിലാണ്. തട്ടേക്കാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് ഫോറസ്റ്റ് ആണ് ശരിക്കും അർത്ഥം. തട്ട് ആയ കാട് എന്നാണ് അർത്ഥം. സലീം അലി എന്ന വിശ്വവിഖ്യാതനായ ഓർണിത്തോളജിസ്റ്റ്, അതായത് പക്ഷി നിരീക്ഷകൻ വന്ന് താമസിച്ച് പക്ഷിയെ നിരീക്ഷിച്ച സ്ഥലം കൂടിയാണിത്. ഒരു 25 കിലോമീറ്റർ സ്ക്വയർ മീറ്ററിലാണ് ഈ ഏരിയ മുഴുവൻ കിടക്കുന്നത്. കോതമംഗലത്ത് നിന്ന് ഒരു 12 കിലോമീറ്റർ ഉണ്ടാവും. ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് വെച്ചാൽ ഒരു 96 വന്നേക്കുന്നത്. അന്ന് നമ്മളീ പോകുന്ന പാലം ഉണ്ടായിരുന്നില്ല. അന്ന് ഒരു ജങ്കാറ് പോലത്തെ 3 വഞ്ചി ഇങ്ങനെ കെട്ടിയിട്ട് കറുത്ത വഞ്ചിയൊക്കെ ആയിരുന്നു. അന്ന് വരാനൊക്കെ കഷ്ടപ്പാടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇതെല്ലാം വിപുലീകരിച്ചിട്ടുണ്ട്. റോഡൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. സോ ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള സ്ഥലമായിട്ടാണ് മനസ്സിലാവുന്നത്. കാരണം പണ്ടത്തെ ആ ഒരു സ്ഥലമൊന്നുമല്ല ഇപ്പോൾ കാണുന്നത്. അപ്പോൾ വളരെയധികം നന്നാക്കി വെച്ച ഒരു സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ഉണ്ട് പാർക്കിംഗ് ഏരിയ ഉണ്ട്, പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ടിക്കറ്റ് എടുക്കണം, ഉള്ളിൽ കയറണം. ബാക്കി നമുക്ക് പോകുമ്പോൾ കാണാം. ഇതൊരടുത്തുള്ളൊരു മഹാവിഷ്ണു ക്ഷേത്രമാണ്. ഇതിപ്പോൾ ടൗണൊക്കെ ശരിക്കും ടൗൺ പോലെ ആയി തുടങ്ങി ഇവിടെ എല്ലാം. ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊരു കഫ്റ്റേരിയയും കൂടിയുണ്ട്. നമ്മളിപ്പോൾ കാറ് പാർക്ക് ചെയ്ത് അങ്ങോട്ട് കയറി പോണ വഴിയാണ് ഈ കാണുന്നത്.
ഇതൊരു 300 പരം സ്പീഷീസ് ബേഡ്സിൻ്റെ ഉള്ളുണ്ടെന്നാണ് പറയുന്നത്. ഇതൊരു ഡെസിഡിയസ് എവർഗ്രീൻ ഫോറസ്റ്റ് ആണ് ഈ ഒരു ഫോറസ്റ്റ്. പിന്നെ ഇതിൽ ബേഡ്സ് എന്ന് വെച്ചാൽ മൈഗ്രേറ്ററി ബേഡ്സ് ഒക്കെ വരുന്നുണ്ട്. ചിലർ 6 മാസം മാത്രം ശ്രീലങ്കൻ എന്നൊക്കെ വരുന്നുണ്ട്. ശ്രീലങ്കൻ ഫ്രോഗ് മൗത്ത് എന്നൊക്കെ പറയുന്ന സാധനം. പിന്നെ ഹോൺ ബില്ല്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. 6 മാസം താമസിച്ച് തിരിച്ചു പോകും. അവർ കാലാവസ്ഥ നോക്കിയിട്ടാണ് വരുന്നത്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ കാശ് കൊടുത്ത് എടുക്കില്ല, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഗൂഗിൾ പേ ഉള്ള സമയത്ത് വരെ. ഈ കാണുന്നത് കഫ്റ്റേരിയാണ് നേരെ കാണുന്നത്. പിന്നെ ഇവിടുത്തെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചാണ് ബോർഡാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 25 സ്ക്വയർ മീറ്ററാണ് ഇവിടുത്തെ മൊത്തം ഏരിയ. ഇവിടെ നമ്മൾ ടിക്കറ്റ് കയറി ചെല്ലുമ്പോൾ അവർ കംപ്ലീറ്റ് വിവരിച്ച് തരും, എന്തൊക്കെ എവിടെയാണ് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ചെന്നാൽ മതി. ആദ്യം തന്നെ കാണുന്നത്, ഇപ്പോൾ ഞാൻ ആദ്യം പോയി കണ്ടത് ഇതൊക്കെയാണ്. ഇതിൽ കുറച്ച് ഫിഷിൻ്റെ ഒരു ഏരിയയൊക്കെ ഉണ്ട്. കുറച്ച് മീനൊക്കെ അക്വേറിയം പോലെയൊക്കെ ഇട്ടിട്ട്, പിന്നെ കുറേ ആമകൾ ഇട്ടിട്ടുണ്ട്. ആമേനെ ഞാനൊരു കണ്ടില്ല. പിന്നെ രാജവെമ്പാലയുണ്ട്. അതൊക്കെ നമുക്കിപ്പോൾ വഴിയെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫോറസ്റ്റ് ശരിക്കും നമ്മുടെ എക്കോളജിയിൽ ഭയങ്കര വെസ്റ്റേൺ ഗാർഡ്സിലെ ഒരു ബാലൻസ് ആക്കാൻ വേണ്ടി ഉള്ള, അല്ലെങ്കിൽ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ തട്ടേക്കാട് ബേർഡ് സാഞ്ചുറി എന്നൊക്കെ പറഞ്ഞാൽ. നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ സമനിലയിൽ പിടിച്ചു നിർത്തുന്ന ഒരു ടെമ്പറേച്ചർ വൈസും ക്ലൈമറ്റ് വൈസും ഒക്കെ കൂടി, അല്ലെങ്കിൽ എന്താ പറയുക, ജീവികൾ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കറക്റ്റായിട്ട്, അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ ധാരാളം നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിൽ ബാലൻസിങ്, അല്ലെങ്കിൽ ബേഡ്സിന് മര്യാദയ്ക്ക് വന്ന് മൈഗ്രേറ്ററി ബേഡ്സിനൊക്കെ വന്ന് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലങ്ങൾ കൂടിയാണ് ഈ തട്ടേക്കാട് ബേർഡ് സാഞ്ചുറി. അത് ബേർഡ് സാഞ്ചുറി പ്രഖ്യാപിച്ചത് 1983-ലാണ്. നമ്മളിപ്പോൾ ബേർഡ് സാഞ്ചുറി പോയാൽ തന്നെ എല്ലാം കണ്ടെന്നല്ല, അവർക്ക് ഒരു രാവിലെ സൺറൈസും സൺസെറ്റും സമയത്തൊക്കെയാണ് ഇവർ കാണാൻ പറ്റുള്ളൂ. ഇത് രാജവെമ്പാലാണ്. ഈ മുകളിൽ ഇടയ്ക്ക് ഞാൻ നോക്കിയാൽ കാണാൻ പറ്റും. ആ പുള്ളി ഇങ്ങനെ ഇരിപ്പുണ്ട്, രാജവെമ്പാല. ഇത് 8 അടി മൂർഖൻ എന്നാണ് പറയുന്നത്. 8 അടി മൂർഖൻ. 8 അടി നമ്മളിതിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ 8 അടി നടക്കുമ്പോഴേക്കും നമ്മൾ പുതപ്പൊക്കെ വിരിച്ച് കടന്നാൽ മതി, പിന്നെ മരിച്ചു പോയിക്കോളും. അതാണ് ഉദ്ദേശം. അങ്ങനെ നടക്കുകയുള്ളൂ. അത്രയ്ക്ക് വിഷമുള്ള സംഭവം എന്നാണ് പറയുന്നത്. ഇത് ഒരു കിന്നരി കോഴി എന്ന് പറഞ്ഞൊരു കോഴിയാണ്. പക്ഷേ ഇവിടെ ഞാൻ കണ്ടതിൽ ഈ കിന്നരി കോഴി സിംഗിളാണ്. ഇത് ഡൈവോഴ്സ് ചെയ്താണെന്ന് അറിയാൻ പാടില്ല. എനിവേ പുള്ളിക്ക് ഭാര്യയും ഭർത്താവൊന്നുമില്ല. അല്ല, ഭാര്യയാണോ ഭർത്താവാണോ ആരും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഭയങ്കര കഷ്ടമാണ്. അങ്ങനെ ശരിക്കും ഒരു കപ്പിളായിട്ടുണ്ട് ഇടാൻ. രാജവെമ്പാലൻ ഒറ്റയ്ക്ക് ഇട്ടേക്കണം. ഇവരൊക്കെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ വിഷമം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ നമുക്ക്. പിന്നെ നമ്മളിങ്ങനെ അവരുടെ ഒരു ലബോറട്ടറി ഉണ്ട് ഈ കാണുന്നത്. ഒരു ലബോറട്ടറിയാണ്. അവിടെ നമുക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്, അങ്ങോട്ട് കയറാൻ പറ്റില്ല. അങ്ങോട്ട് പോകുമ്പോൾ ഒരു മൂങ്ങേനെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി മൂങ്ങയാണ് ഇത്. നമ്മൾ പറയാതെ പറ്റില്ല, കാരണം മൂങ്ങയല്ലെന്ന് ആരും പറയില്ല. അത്ര പെർഫെക്റ്റായിട്ടാണ് ഇവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇത് ഉണ്ടാക്കിയ ആളുടെ പേരൊന്നും ചോദിച്ചിട്ടില്ല. ശരിക്കും അയാളൊക്കെ ആദരിക്കണം. ശരിക്കും ഇത്ര നല്ല ഗ്രാൻഡ് ഇൻസ്റ്റലേഷൻ ചെയ്തതിൽ നമുക്കങ്ങ് ബഹുമാനം തോന്നിപ്പോവും. അത്ര നല്ല ഇൻസ്റ്റലേഷനാണിത്. അതുകൊണ്ട് ഇത് എങ്ങനെ നോക്കിയാൽ ഇത് മൂങ്ങയിലെന്ന് പറയുമോ? അത്ര ഗ്രാൻഡായിട്ടാണ് ആളുണ്ടാക്കി വെച്ചേക്കുന്നത്. അത് നമ്മൾ അറിയാണ്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് പോകും. പിന്നെ ഇതേപോലെ ഒരു മുള്ളമ്പന്നിയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങനെ തട്ടേക്കാടിൽ അങ്ങനെ ഈ നല്ല കലാകാരന്മാരുടെ കുറേ ഇൻസ്റ്റലേഷനൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ലേക്കാണ്. ചിൽഡ്രൻസ് പാർക്കുണ്ട് ഇവിടെ. ചെറിയൊരു കിഡ്സ് കോർണർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പാർക്ക് പോലെയൊക്കെ ഉണ്ട്. കുട്ടികൾ കളിക്കാൻ ഉള്ള കാര്യങ്ങളും ഊഞ്ഞാലാടുന്ന വലിയ ആൾക്കാരൊക്കെ ഇവിടെ ഊഞ്ഞാലാടുന്നുണ്ട്. പിന്നെ അവർക്ക് പിന്നെ എവിടെയെങ്കിലും കാണണ്ടേ. പിന്നെ കുറച്ച് പോയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു ഏറുമാടമൊക്കെ ഉണ്ട്. ഏറുമാടം ഇവിടുത്തെ ഞാൻ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇവിടെ ഏറുമാടം ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രമല്ല, നമുക്ക് കയറി ഇരിക്കുകയും ചെയ്യാം, കാണുകയും ചെയ്യാം. ബാക്കിയുള്ള പല സ്ഥലങ്ങളിലും ഏറുമാടം നമുക്ക് പുറത്ത് കാണാൻ പൂട്ടിയിട്ടിരിക്കുകയായിരിക്കും. ഈവൻ മംഗളവനത്തിൽ, പിന്നാളെ ഞങ്ങൾ പോയ കോട്ടയത്ത് പോയ കുമരകത്തിലൊക്കെ ഏറുമാടം ഉണ്ടെന്ന് കാണാമെന്നല്ലാണ്ട് ഉള്ളിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടി ചങ്ങലിട്ട് വെച്ചേക്കുകയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് പോയിട്ട് ഏറുമാടത്തിൽ കയറിയിരിക്കാം. ഈ കാണുന്നതാണ് ഏറുമാടം. നല്ല ഭംഗിയായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഏറുമാടം ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എല്ലാവർക്കും അറിഞ്ഞോളുന്നില്ല. അപ്പോൾ അവർക്ക് ഇവിടെ വരുമ്പോൾ അറിയാൻ പറ്റും. രാത്രി കാലങ്ങളിൽ ഇതിൻ്റെ മുകളിൽ കയറിയിരുന്ന മൃഗങ്ങൾ നമ്മളെ പിടിക്കില്ല. അതാണ് ഉദ്ദേശം. ഞാനിപ്പോൾ ഒരു ഏറുമാടത്തിരിക്കണം. ഏറുമാടം സാധാരണ എല്ലാ സ്ഥലത്തും ഏറുമാടം കെട്ടിക്കൊരു കുറച്ച് കഴിഞ്ഞാൽ അത് മെയിൻ്റനൻസ് കണ്ട് പോകാൻ മതി. പക്ഷേ ഇവിടെ ഇപ്പോൾ നന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ കാലം കൂടെയാണ് നല്ലൊരു ഏറുമാടം കാണുന്നത്. ഏറുമാടത്തിരുന്നപ്പോഴേക്കും അവിടുന്ന് ഒരാൾ ഓടി എന്ന് പറഞ്ഞു, ബഗ്ഗി റെഡി ആയിട്ടുണ്ട്, അപ്പോൾ ബഗ്ഗിയിലേക്ക് പോകാൻ സമയം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ബഗ്ഗി വെച്ചിട്ട് ഈ സലിമലി ട്രെയിൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അവിടെ, അങ്ങോട്ടേക്ക് പോകേണ്ടത്. നടന്നു പോകാൻ പറ്റാത്ത കാരണം ബഗ്ഗിയിൽ പോകാമെന്ന് വെച്ചു. ഒരാൾക്ക് 30 രൂപ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമ്മൾ സലിമലിയും ഭാര്യയും 1933 വന്നപ്പോൾ ഉള്ള ഫോട്ടോ ഒക്കെ ഇവിടെ കണ്ടു. അപ്പോൾ ഞാൻ അതിൻ്റെ ചെറിയൊരു വീഡിയോ എടുത്തു മാത്രം. ഇദ്ദേഹമാണ് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കാൻ പ്രധാന കാരണക്കാരൻ. അപ്പോൾ അത് നമ്മൾ ഇദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ഒരു സംഭവം ഇവിടെ വന്നതിൽ. ബഗ്ഗി റെഡിയാണ്. ബഗ്ഗി യാത്ര ആരംഭിക്കാം. ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക്? സലിമലി ട്രെയിനിലേക്ക്
ഈ 100 മീറ്റർ ചെല്ലുമ്പോൾ ലെഫ്റ്റിലേക്ക് വരും. അവിടെ നമുക്കൊരു 1.5 കിലോമീറ്റർ ഫസ്റ്റ് ഉള്ളൂ. വണ്ടി നമുക്കൊരു 1 കിലോമീറ്റർ അടുത്ത വണ്ടി പോകും. വണ്ടി മോശമായിട്ട് കിടക്കും. മഴയാണ് ഒരു ദിവസം. അതാണ് സലിമൽ ട്രെയിൽ എന്ന് പറഞ്ഞത്. അത് അങ്ങനെ പറയാൻ കാരണം എന്താ? അത് നമ്മൾ സാധാരണ ടിക്കറ്റ് എടുക്കുന്നവരെ നമ്മൾ ട്രെയിനിലേക്ക് ഈ ആറൂരാബാസിന് വിടുന്ന സ്ഥലമാണ്. അവിടെ മറ്റേ പക്ഷികളെ കാണാൻ പറ്റൂല്ലേ? ബേഡ്സിനെ കാണാൻ ഇപ്പോൾ ഉണ്ടോ? ഇന്ന് കണ്ടോ? ബേഡ്സ് ഉണ്ട്. ഇപ്പോൾ സീസണാണ്. പക്ഷേ ഈ സമയമായതുകൊണ്ട് കുറവായിരിക്കും. കുറവായിരിക്കും. രാവിലെ ഒരു 7 മണി മുതൽ 7 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. 7 മണി മുതൽ ഒരു 12 മണി വരെയൊക്കെ നല്ല വെയിറ്റിംഗ് ആയിരിക്കും. ഏതൊക്കെ പക്ഷികളെ കാണാൻ പറ്റുക ഏകദേശം? ഇവിടെ ഇപ്പോൾ അത്യാവശ്യം വരുന്ന മിക്ക ബേഡ്സും കാണാൻ പറ്റും. ഫ്ലൈ കാച്ചേഴ്സ്, നമുക്ക് എക്സ്ട്രാ വേറെ ടൈം കൊടുക്കുന്നുണ്ട്. വേറെ കാടിനുള്ളിലേക്ക് ഉണ്ടല്ലേ? അതിന് വേറെ ടിക്കറ്റ് ആയിരിക്കും. അത് വേറെ അതെപ്പോഴത് അത് രാവിലെ 7 മണി പോകാൻ പറ്റും. അപ്പോൾ ഈ സമയത്ത് ഉച്ച സമയത്ത് കുറവായിരിക്കും ബേഡ്സ്. നമുക്ക് കാണാൻ പറ്റും അങ്ങോട്ട് പോകുമ്പോൾ. സമയമാകുമ്പോഴത്തേക്കും വെയിലാകുമ്പോൾ പിന്നെ അവിടെ കയറിയിരിക്കും. പിന്നെ വൈകിട്ടാണ് ബേഡ്സിന്. വൈകുന്നേരം 7 മണി വരെ ഉണ്ടോ? ഇല്ല അല്ല, ബഗ്ഗി സർവീസ് ഉച്ച 5 മണി വരെ. 4 വരെയാണ് അല്ലേ? ഇവിടെ ആന ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ആന ഇടയ്ക്ക് വരുന്നുണ്ട്. ആനയെ മാത്രമല്ല വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലേ? ഇത് വൈദ്യുതിയാണോ? കറണ്ട് കമ്പിയാണോ? അല്ലേ? ഇവിടെ പാലം വന്നിട്ട് എത്ര കാലമായി? നമ്മുടെ പാലം കുറെ കൊല്ലമായിരുന്നു. പണ്ട് ഞാൻ മറ്റേ ജങ്കാറില്ല ഉള്ള സമയത്ത് വന്നാൽ പിന്നെ വന്നിട്ടില്ല. അന്ന് ഇതൊക്കെ ഓപ്പൺ ആയിരുന്നു. അന്ന് ഇങ്ങനെ സാധനം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഉണ്ടായിരുന്നു അന്ന്. മീൻസ് ഇങ്ങനെ ട്രെയിനിൽ ഉണ്ടായിരുന്നല്ലേ? ആ ബഗ്ഗി വന്നിട്ട് ഇത് കുട്ടമ്പുഴയാണ്. ഇത് പുഴ പെരിയാർ തന്നെയല്ലേ? വെള്ളം കുറവാണല്ലേ? വെള്ളം ഇന്നലെ ഷട്ടർ ഇട്ടു. വെള്ളം വരുന്നതാണ് ബോട്ടിംഗ് ഒക്കെ ഉണ്ടാവും. ആ ബോട്ടിംഗ് ഇല്ല ഇപ്പോൾ? ഇല്ലില്ല. ഇത് 1.5 കിലോമീറ്റർ ഉണ്ടല്ലേ ഉള്ളിൽ? ബഗ്ഗി ഇപ്പോൾ 1 കിലോമീറ്റർ വരെ പോകും. അതുകൊണ്ട് പിന്നെന്താ ഇതുപോലെ തന്നെയല്ലേ? വേറെ ഒന്നും കാണാൻ ഉണ്ടായിരുന്നു? പിന്നെ വേറെ പക്ഷിയെ കാണാൻ പറ്റുമായിരിക്കും അല്ലേ? വണ്ടിക്ക് നമുക്ക് ടൈം ഉണ്ട്. നടന്നു പോകണമെങ്കിൽ നല്ല പോയിട്ട് കറങ്ങിയിട്ട് പുഴയുടെ സൈഡിൽ കൂടെ ഒന്ന് എല്ലാവരും 1.5 കിലോമീറ്റർ. തേക്ക് പ്ലാന്റേഷൻ ആണ്. സൗണ്ട് കേൾക്കാൻ വേണ്ടി കാണാൻ ചിലപ്പോൾ ആ ഇലയുടെ ഉള്ളിലായിരിക്കും അല്ലേ പക്ഷികൾ? അപ്പം നിങ്ങൾക്ക് അവധിയില്ല? എല്ലാ ദിവസവും ഉണ്ടോ? അവധിയില്ല അല്ലേ? ഞായറാഴ്ച എല്ലാ ദിവസവും? ഞായറാഴ്ച ആയിരിക്കും ആൾക്കാർ കൂടുതൽ തന്നെ അല്ലേ? ആ ആൾക്കാർ കൂടുതൽ തന്നെ ഞായറാഴ്ച ആയിരിക്കും. അത് മറ്റേ കൊട്ടവഞ്ചിയൊക്കെ വെച്ചിട്ടില്ലേ? പണ്ട് അങ്ങനെ അപകടം, വലിയൊരു അപകടം നടന്നില്ല? ആ അതെ.
കാണാതെ ചെയ്യണ്ട. രാവിലെ വീട് വെച്ചിട്ട് ഫ്രൈ ഉണ്ടാവും. പെർ ഹെഡ് 1250 അല്ലെങ്കിൽ രണ്ടുപേരും ഇനം വേണോ? 2 പേർക്ക് 2 പേർക്ക് 2500 രൂപ ഒരു 1 നൈറ്റ് അല്ലേ? ഓംലെറ്റ് വരാന്ന് പറഞ്ഞില്ലേ, 500 എടുത്തിട്ട് പിന്നെ കൂടെ വന്ന് ആളുണ്ടെങ്കിൽ 500 വെച്ചറിയാം. വരല്ലേ? ട്രൈ കെട്ടിട്ട് വരും. വാജിപ്പാറാകുമ്പോൾ 5 പേര് 6 പേര് 8 6 10 14 രൂപ അല്ലേ? മറ്റന്നാളോട്ട് തുടങ്ങുമോ ബോട്ടിങ്? അപ്പോൾ എന്ന് തുടങ്ങും? കുടുങ്ങി വെള്ളം കയറുന്ന തുടങ്ങും. ആണോ? അല്ല 1-2 ദിവസത്തിനുള്ളിൽ തുടങ്ങുന്നത്? 2 ദിവസം കൊണ്ട് വെള്ളം കയറി എത്തുമായിരിക്കും. വാട്ടർ ബോഡീസൊക്കെ വെള്ളം കയറി പോകണ്ടേ. ഇതില്ല ഈ മുള്ളുവേലി അല്ല ഈ വേലിയിലെ മൃഗങ്ങൾ ചത്തുമില്ലേ? ഇല്ലില്ല ഇല്ലല്ലേ? ചെറുതായിട്ടൊന്ന് ഓടിപ്പോണ അത്രേ ഉള്ളൂ അല്ലേ? മറ്റേ കമ്പി പോലെ കറണ്ട് നിൽക്കത്തില്ല, കറണ്ട് പാസ് ചെയ്യും. ജസ്റ്റ് അവർക്ക് ഇൻട്രഷൻ വരും. അടിയിട്ട് പോയിക്കോളൂ. അപ്പോൾ സലമേൽ ട്രെയിൽ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തിരിച്ച് നമ്മൾ നമ്മുടെ ബേഡ് സാഞ്ചുറി അങ്ങോട്ടേക്ക് തന്നെ പോവുകയാണ്. ഈ ബേഡ്സ് 2 വിധത്തിലുണ്ട്. ഫോറസ്റ്റ് ബേഡ്സ് ഉണ്ട്, വാട്ടർ ബേഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ശ്രീലങ്ക എന്നൊക്കെ വന്ന ബേഡ്സ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ. എന്താ ശ്രീലങ്കൻ ഫ്രോഗ് മൗത്ത്, പിന്നെ ഇന്ത്യൻ ഹോൺ ബില്ല്, കുറേ ബേഡ്സ് ഉണ്ട്. ഒന്നിനെ ഞങ്ങൾ കണ്ടില്ല. സൗണ്ടൊക്കെ കേട്ടു. കാരണം അവർ അതിരാവിലെയും പിന്നെ വൈകുന്നേരങ്ങൾ അസ്തമന സമയത്തൊക്കെയാണ് ഇവരധികം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടെ ഒരു ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ടെന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ മിസ് ചെയ്തിരുന്നു. കാരണം ഇവർ പെട്ടെന്ന് വിളിച്ചു തരാൻ പോയതാണ്. പിന്നെ അത് മാത്രമല്ല ഇവിടെ ഈ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ പ്രദർശനമുണ്ട്, കണ്ടില്ലേ? ഓഷസസ്റ്റ് പ്രദർശനം തൊട്ടെന്ന് പറയും. അപ്പോൾ അതും കൂടെ ഒന്ന് കാണാമെന്ന് വെച്ചു. അതിൻ്റെ ഉള്ളിൽ അവിടെ ഈ തട്ടക്കാട് ഇതിനും ഒരു കുറച്ച് ഫേമസ് സ്ഥലമെന്ന് മനസ്സിലാക്കുക. ഇതിലും പല ഔഷധ സസ്യങ്ങളും ഈ കാട്ടിൽ തന്നെ വളരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എടുത്ത് വെച്ചേക്കുന്നതാണ്, അവിടെ എന്തൊക്കെയുണ്ടെന്നുള്ളത് കാണിക്കേണ്ടി വെച്ചേക്കുന്നതാണ്. സോ ഇത് കാട് നമ്മുടെ വെറുമൊരു കാടല്ല. ഇവിടെ പല പല വിധത്തിലുള്ള ജന്തുക്കൾ, സസ്യങ്ങൾ, പാമ്പ്, അരണ, ഓന്ത്, പല ബേഡ്സ്, ഇവരുടെയൊക്കെ ഒരു എൻവയൺമെൻറ്റാണ് ഇതെല്ലാം. അപ്പോൾ എക്കോസിസ്റ്റം കൂടിയാണ്. പിന്നെ അത് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ബാക്കിലേക്ക് ഈ ബാക്കിലേക്ക് പോയെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പോയ ആ ചിൽഡ്രൻസ് പാർക്കിൻ്റെ അങ്ങോട്ടേക്കാണ് ഈ വഴി പോകുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു ലേക്ക് ഉണ്ട്. ഇങ്ങനെ ആ ലേക്ക് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വെള്ളം കുറച്ച് കുറവാണ്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ വെള്ളം കുറവ് കാരണം ബോട്ടിംഗ് ഉണ്ടാവാറില്ല. ഇവിടെയും ചെറിയ ഏറുമാടം പോലത്തെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ കാണുന്നത് തന്നെയാണ്. ഇവിടുത്തെ ഏറുമാടൊക്കെ ഒരു മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഈ സൈഡിൽ കൂടെ പോയാൽ ബോട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇറക്കി വെച്ചേക്കുന്നത്. ഇപ്പോൾ പിന്നെ വെള്ളമില്ലാത്ത കാരണമാണ് അങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ഇവർ മെയിൻ്റനൻസിൽ ഇവർ മിടുക്കന്മാരാണ്. തട്ടക്കാട് ബേഡ് സാഞ്ചുറിയിൽ അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഞാൻ ശരിക്കും അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം കേരളത്തിലത് വളരെ കുറവാണ്. ഇപ്പോൾ ടൂറിസത്തിൽ കുറച്ച് തന്നെ പ്രാധാന്യം ഇവർ കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇവർ വരുന്നവരെ കുറച്ച് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. മീൻസ് അവർ സൗകര്യങ്ങൾ റെഡിയാക്കി വെക്കുന്നുണ്ടല്ലോ, അതിനെയാണ് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നത് പറയുന്നത്. മറ്റ് സൗകര്യങ്ങളൊന്നും കൊടുക്കാണ്ട് കാശ് മാത്രം വാങ്ങിക്കുന്ന കുറേ ടൂറിസ്റ്റുകളെ ഞാൻ കണ്ടു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പോൾ വെള്ളം വന്നിട്ടില്ല. കാരണം അത് അവരുടെ പ്രശ്നമല്ല. വെള്ളം ഭൂതം കെട്ടി തുറന്നു വരുമ്പോഴേ ഇവിടെ വെള്ളം വരുള്ളൂ. അത് മനസ്സിലാക്കാൻ വന്നിട്ടുണ്ട്. പക്ഷേ ബാക്കിയൊക്കെ സെറ്റപ്പ് റെഡിയാണ് അവരുടെ. ഇതൊരു വെൽ മെയിൻറ്റെയിൻഡ് സ്ഥലമായിട്ടാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത്. തട്ടക്കാട് ബേഡ് സാഞ്ചുറി. തട്ടേക്കാട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല തട്ടിലുള്ള കാട് എന്നാണ് ശരിക്കും തട്ടേക്കാട്. അത് ഫ്ലാറ്റ് ഫോറസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഞാൻ അവരെ അവിടെ നിർത്തിയിട്ട് ഞാൻ ഈ ബട്ടർഫ്ലൈ പാർക്ക് കാണാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അവിടെ അക്വാ ലൈഫ് ഉണ്ട്, കുറേ സംഭവങ്ങളുണ്ട്, ഈ മ്യൂസിയമൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം ഈ ബട്ടർഫ്ലൈ പാർക്കിനോട് എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതായത് ബട്ടർഫ്ലൈ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ബട്ടർഫ്ലൈസിനെ കാണാമല്ലോ. അപ്പോൾ ഞാൻ ഈ മലേഷ്യയിലൊക്കെ പ്രത്യേകിച്ച് ആദ്യമായിട്ട് ഞാൻ കണ്ടത് മലേഷ്യയിലാണ്. അവിടെ ഹിബിസ്കസ് ഗാർഡൻ ഉണ്ട്, നമ്മുടെ ചെമ്പരത്തി ഉണ്ട്. അപ്പോൾ അവിടെ ഇഷ്ടം പോലെ ബട്ടർഫ്ലൈനെ കണ്ടിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മുള്ളംപന്നി ഇൻസ്റ്റലേഷനാണ്. നല്ല ഗ്രാൻഡായിട്ട് മുള്ളംപന്നി പോലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത ആളുടെ പേരൊന്നും അവിടെ ഇല്ല. ശരിക്കും അവരൊക്കെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. ഇതിൻ്റെ പേര് എനിക്ക് തന്നെ ഒറ്റാലെന്നാണ് തോന്നുന്നു. കാരണം അതുപോലത്തെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് തോട്ടിക്കൊണ്ടുവരുന്ന സാധനമാണ്. അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഇതിൽ കുറേ പേര് ഉള്ളിൽ കയറിയാൽ എനിക്കുണ്ട് ഉള്ളിൽ കയറാൻ പറ്റിയില്ല. പക്ഷേ പ്രശ്നമൊന്നുമില്ല, ഉള്ളിൽ കയറാൻ പുറത്ത് കണ്ടല്ലോ. പക്ഷേ അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് മുള വെച്ചുണ്ടാക്കുന്നത് നല്ല ഗ്രാൻഡായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ അപ്രീഷ്യബിളാണ്. ശരിക്കും ഇതിൽ ചെയ്ത കലാകാരനെ കാണാൻ കൊതിയാവുന്നുണ്ട്. ശരിക്കും അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. ഈ കാണുന്നൊരു മ്യൂസിയമാണ്. നമ്മൾ മ്യൂസിയത്തിലേക്ക് കയറാം. ആദ്യം എനിക്ക് ഈ നക്ഷത്ര വനവും അപ്പുറത്തുണ്ട്, റൈറ്റ് സൈഡിൽ ബട്ടർഫ്ലൈ പാർക്കാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ ആദ്യം അങ്ങോട്ട് പോയിട്ട് മതി ബാക്കി കാര്യം എന്നുള്ള വിചാരത്താൽ ഞാൻ ഈ ബട്ടർഫ്ലൈ പാർക്കിലേക്ക് ഞുഴഞ്ഞ് കയറി. അപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പൂക്കൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനൊരു ബട്ടർഫ്ലൈ പാർക്ക് ഞാൻ ആദ്യമായിട്ടാണ്. ഈ ബട്ടർഫ്ലൈനെ ആകർഷിക്കാൻ പറ്റിയ ഒരു ചെടിയുണ്ടെന്നാണ്. ആ ചെടി നട്ട് കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ ചുമ്മാ കയറി വരുന്നതാണ്. അതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നട്ടിട്ടുണ്ടാവുമായിരിക്കും. എൻ്റെ നിർഭാഗ്യം കൊണ്ടാണ് തോന്നുന്നു ബട്ടർഫ്ലൈസിനെ അധികം കണ്ടില്ല, 1-2 പേരെയും കണ്ടു. എൻ്റെ പിന്നിൽ ഈ കളിച്ച് നടക്കുന്ന സംഭവത്തെയാണ് ഈ ചിത്രശലം എന്ന് പറഞ്ഞത്. കാണാത്തവരെ കണ്ടു. ഈ ബട്ടർഫ്ലൈ പാർക്ക് ഒരു ചില്ലറ സംഭവമല്ല കേട്ടോ. ഞാൻ വളരെ ചെറുതായിരിക്കുന്ന കോത്തണ്ട കയറിയത്. പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ വിശാലമായ ഷോറൂം എന്ന് പറയുന്ന പോലെ വിശാലമായ ഒരു ബട്ടർഫ്ലൈ പാർക്കിനാണ് ഞാൻ കണ്ടത്. അത് മാത്രമല്ല അവിടെ നമുക്ക് ബീയിങ് ഇൻ ദാറ്റ് പാർക്ക് നമ്മൾ ബ്ലെസ്ഡ് ആണെന്നൊരു തോന്നിപ്പോയി. കാരണം അത്ര രസമാണ് അവിടെ.
ഇരുന്നപ്പോൾ. കാരണം ഇത് മലേഷ്യയിൽ വെച്ച് ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ. മലേഷ്യയിൽ ഇത്തരം തന്നെ വലിയ ബട്ടർഫ്ലൈ പാർക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഈ ബട്ടർഫ്ലൈ ആകർഷിക്കാൻ അവർ ശരിക്കും പറഞ്ഞാൽ ചെമ്പരത്തിയിൽ ഈ നമ്മുടെ തേൻ ചേർത്തിട്ട് വെക്കും. അപ്പോൾ അതിലേക്ക് കുറേ ബട്ടർഫ്ലൈസ് വരാറുണ്ട്. ഇവിടെ അതൊന്നും വെച്ചിട്ടില്ല. എന്നിട്ടും ഇതിൻ്റെ ഒരു ഭംഗിയും അറേഞ്ച്മെൻറ്റും കാരണം നമുക്കവിടെ നിൽക്കാൻ തോന്നിപ്പോവും. എനിക്ക് തിരക്കുള്ള കാര്യം ഞാൻ കൂടെ സ്പീഡിൽ എടുക്കുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ അവിടെ ഒരു ദിവസം പോയി നിൽക്കാൻ എനിക്ക് റെഡിയാണ്. കാരണം അത്ര രസമുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇത്രയും ചെടികളുടെ ഇടയ്ക്ക്, പൂക്കളുള്ള ചെടികളുടെ ഇടയ്ക്ക്, അധികവും പച്ചപ്പ് തന്നെയാണ്. പക്ഷേ ഒരു എന്താ പറയുക, ഒരു അട്രാക്ഷൻ, ഭയങ്കര അട്രാക്ഷൻ ഇതിലുണ്ട്. ബട്ടർഫ്ലൈസിന് ഇന്നിപ്പോൾ കണ്ടില്ല. നമ്മളിപ്പോൾ എനിക്ക് അവരൊക്കെ ഒരു സമയം ഉണ്ടാവുമായിരിക്കും. എനിവേ ബട്ടർഫ്ലൈസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ വേറെ കുറച്ച് പ്രാണികളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവർ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ നടപ്പാതൊക്കെ വെച്ചിട്ട്. ഇതെനിക്ക് തന്നെ കുറച്ച് റീസെൻ്റായിട്ട് ചെയ്തതാണോ എന്നെനിക്ക് ഡൗട്ടുണ്ട്. അധികം പഴയതാവാൻ സാധ്യതയില്ല. പിന്നെ ഇവിടെ ഒരു ബട്ടർഫ്ലൈയുടെ മ്യൂസിയം ഉണ്ട്. മ്യൂസിയത്തിലും പോവാം. ഇവിടെ അധികം പേര് വരുന്നില്ല. ഞാൻ അവിടെ നിന്നപ്പോഴൊന്നും ഇവിടെ അധികം ആൾക്കാർ കയറി കണ്ടില്ല. അപ്പോൾ ഞാൻ മാത്രമേ ഇവിടെ കയറി കണ്ടിട്ടുള്ളൂ. കുറേ പേർക്ക് അപ്പുറത്ത് മെഡിസിൻ പ്ലാന്റ്സിൻ്റെയും അതൊക്കെ കണ്ടിട്ട് അങ്ങ് തിരിച്ചു പോവാണ്. നക്ഷത്രവനമൊക്കെ കണ്ടങ്ങ് തിരിച്ചു പോകും. പക്ഷേ ഈ ബട്ടർഫ്ലൈ പാർക്കിൻ്റെ ഒരു മാസ്മരികത ഇവിടെ കയറുന്നവർക്ക് മനസ്സിലാവുള്ളൂ. സോ ഇവിടെ നിങ്ങൾ വരുവാണെങ്കിൽ ഈ ഒരു പാർക്ക് നിങ്ങൾ ഒരിക്കലും ഒമിറ്റ് ചെയ്യരുത്. ഇവിടെ വന്ന് കണ്ടിട്ട് തന്നെ പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് നമുക്കൊരു പ്രകൃതിയോട് ഇഷ്ടമുള്ളവർക്ക് മനസ്സിലാവും. ഇത് ഒരിക്കലും വിട്ടുകളയാൻ പാടില്ലാത്തൊരു ഏരിയയാണ്. ഈ പോകുന്ന ഒരു മ്യൂസിയം എന്നും പറഞ്ഞ് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫോട്ടോ വെച്ചിട്ടുണ്ടേ ഉള്ളൂ. കുറച്ച് ഇൻഫർമേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അറേഞ്ച്മെൻറ്റ് എനിക്ക് അത്ര പിടിച്ചിട്ടില്ല. കാരണം ഇത് പ്രാകൃതമായൊരു അറേഞ്ച്മെൻ്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരൊപ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയല്ല ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ ചെയ്യേണ്ടത്. അതും ഈ കാലത്ത് കുറച്ചുകൂടെയൊക്കെ നന്നായിട്ടൊക്കെ ചെയ്യേണ്ടതാണ്. അവർക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്തൊരു കുറ്റം പറഞ്ഞല്ല, അത് ഫണ്ടിൻ്റെ കാരണം. നല്ല രസമുണ്ട് ഇവിടെ. ഈ ബട്ടർഫ്ലൈ പാർക്കാണ് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനോർത്ത് വളരെ ചെറിയ ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ ബട്ടർഫ്ലൈനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കുറേ പൂക്കളൊക്കെ ഉള്ള ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ബട്ടർഫ്ലൈ ഇപ്പോൾ അധികം കാണുന്നില്ല. പക്ഷേ അവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഈ ഇതിൽ നടക്കാൻ രസമുണ്ട്. അതായത് ഈ ബട്ടർഫ്ലൈ പാർക്ക് എന്നുള്ള പേരും പിന്നെ ബട്ടർഫ്ലൈസും ഇത്രയും ചെടികളൊക്കെ. ഞാൻ ഈ മലേഷ്യയിലൊക്കെ പോയപ്പോൾ ശരിക്കും ഹിബിസ്കസ് നമ്മുടെ ചെമ്പരത്തിയിൽ തേൻ ഒഴിച്ചിട്ടാണ് ശരിക്കും ഇവർ ആകർഷിക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ സംഭവം കണ്ടില്ല. പക്ഷെ എന്നാലും ബട്ടർഫ്ലൈ ചെറുതായിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ പൂക്കും ചെടികളൊക്കെ നിൽക്കുമ്പോൾ നല്ല രസമുണ്ട്. ഇവിടെ പോകാൻ തന്നെ ഒരു ഭയങ്കര നല്ല ഫീലിംഗ് ഉണ്ട്. അതെന്തായാലും ആ ഫീലിംഗ് തരാൻ ഈ ഒരു ബട്ടർഫ്ലൈ പാർക്കിന് പറ്റി എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് ഇവിടെ തട്ടക്കട വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബട്ടർഫ്ലൈ പാർക്ക് തന്നെയാണ്. ഈ മനോഹരമായ ഉദ്യാനം കണ്ടും മതിയാവാണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ്. കാരണം എനിക്കിനി പുറത്ത് വേറെ കുറച്ച് സ്ഥലത്ത് പോകാനുണ്ട്. അതുകൊണ്ട് മാത്രം. ഞാനിതോടെ വീഡിയോ നിർത്തുകയാണ്. തൽക്കാലം തട്ടേക്കാട് നമ്മൾ പോവുകയാണ്. ബാക്കി നമുക്ക് വരുന്ന വഴിക്കാണ്. എന്നും പറഞ്ഞിറങ്ങിയാൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നോക്കേണ്ടത് പിന്നെ ജന്മാഷ്ടമി വൃക്ഷങ്ങൾ കണ്ടില്ല. അപ്പോൾ പിന്നെ അതുങ്ങൾ കാണാമെന്ന് വെച്ചു. നമ്മുടെ ജന്മാഷ്ടത്തിൻ്റെ പേരിൽ ഓരോ വൃക്ഷങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പക്ഷേ ഞാൻ ഓടി കണ്ടേ ഉള്ളൂ. അതും കഴിഞ്ഞിട്ട് കഴിഞ്ഞെന്ന് ഓർത്ത് പുറത്തിറങ്ങിയപ്പോഴാണ് പിന്നെ വേറെ സാധനം കാണുന്നത്, മ്യൂസിയം. എന്നാൽ പിന്നെ മ്യൂസിയത്തിനുള്ളിൽ കയറി കാണാമെന്ന് വെച്ചു. കാരണം അവിടെ പണ്ടം കണ്ട് കയറിയ ഒരു ഓർമ്മയുള്ളൂ. പക്ഷേ അന്ന് ഇത്രയൊന്നും ഡെവലപ്ഡ് ആയിരുന്നില്ല. കയറി ചെല്ലുമ്പോൾ തന്നെ സലീം അലിയുടെ ചെറിയൊരു പ്രതിമ പോലത്തെ, അതായത് വാളിൽ നിന്ന് പ്രൊജക്റ്റ് ഔട്ട് ചെയ്ത ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇതൊരു ഒരാളുടെ ഒരു മുഖത്തിന് ചായൽ ഉണ്ടാക്കിയെടുത്തത് ശരിക്കും അപ്രീഷിയേറ്റ് തന്നെയാണ്. ഇതിന് മുകളിൽ കയറിയാൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇവിടെയുള്ള പക്ഷികളുടെ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും. തട്ടക്കണമ്പരി ചെറിയ വിവരം കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വിവരങ്ങൾ തന്നെയാണ്. ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നന്നായിട്ടുണ്ട്. ഇവർ ഈ ഒരു സെറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നന്നായിട്ടുണ്ട്. ഓരോ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഒരു സെറ്റപ്പിൽ കിട്ടിയിരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ട് അവർ നന്നായിട്ട് ചെയ്യുന്നത് തന്നെ പറഞ്ഞേ പറ്റും. അത് നമുക്കറിയാമല്ലോ ഇവിടുത്തെ ഒരു ഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ. സോ അത് വെച്ചിട്ട് ഇവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള ഇപ്പോൾ തട്ടക്കാടുള്ള മൃഗങ്ങളെ പറ്റി ഒരു നല്ലൊരു വിവരണവും കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്യുന്നത് തന്നെ പറഞ്ഞേ പറ്റും. ഇപ്പോൾ വരുന്നവർ ഇതുങ്ങളെ കണ്ടു വേണം പോകാൻ. ഇതൊരു ചെറിയൊരു മ്യൂസിയമാണ്. അപ്പോൾ ഈ മ്യൂസിയം കാണാതെ പോകരുത്. അതുകൊണ്ട് ഞങ്ങൾ ഇഞ്ചത്തൊട്ടിയിലേക്കാണ് പോയത്. അവിടെ ഒരു തൂക്കുപാലമുണ്ട്. ഇപ്പോൾ ഉള്ളത് ഇഞ്ചത്തൊട്ടി പാലം എന്ന് പറഞ്ഞാൽ ഈ പാലമറ്റടുത്ത്, അതായത് ചട്ടക്കാട് നിന്ന് കുറച്ചേ ഉള്ളൂ, 3-4 കിലോമീറ്റർ ഉള്ളൂ. ഇഞ്ചത്തൊട്ടി പാലമാണ്. ഇവിടെ ഞാൻ പലവണ വന്നിട്ടുണ്ട്. ഇതൊരു പ്രത്യേകം പാലമാണ്. KSEB പണിതേക്കുന്നൊരു പാലമാണ്. അത് ഈ നാട്ടുകാർക്ക് ഭയങ്കര ഒരു ഗുണം ചെയ്യുന്ന പാലമാണ്. പിന്നെ ഇതൊരു തൂക്കുപാലം കൂടിയാണ്. ഇതിൻ്റെ നേരത്തെ ഒരു വീഡിയോ എൻ്റെ ഇതിൽ കിടപ്പുണ്ട്. അതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ വന്നപ്പോൾ വെറുതെ തന്നെ കയറി പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഒരു പ്രത്യേക അനുഭവമാണ് ഇവിടെ വരുമ്പോൾ. ഇഞ്ചത്തൊട്ടി പാലം കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വെച്ചു.
ഈ ഇഞ്ചത്തൊട്ടി പാലം എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ സസ്പെൻഷൻ ബ്രിഡ്ജാണ്. 153 മീറ്റർ ഉണ്ട് നീളം, 4 അടി വീതിയുണ്ട്. ഇത് നല്ല ആട്ടമുണ്ട് കയറി കഴിഞ്ഞാൽ. അത്ര നല്ല ആട്ടമല്ല, എന്നാലും അത്യാവശ്യം ആട്ടമുണ്ട്. വേണമെങ്കിൽ പേടിക്കാം, അങ്ങനത്തെ ആട്ടമൊക്കെ ഉണ്ട് ഇവിടെ. ആൾക്കാർ നല്ല സ്പീഡിൽ പോകുമ്പോൾ ചില പിള്ളേർ കിടന്ന് നല്ല ആട്ടും. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ പ്രശ്നമാക്കി അവരെ വഴക്ക് പറഞ്ഞൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. ഞാനും വഴക്ക് പറഞ്ഞു, അത് നമുക്ക് വീഡിയോയില്ലേ. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല ഒരു ബ്യൂട്ടിയാണ് ഇത് കാണുന്നത്. അതാണ് ഞാനിവിടെ പലതവണ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണുന്ന പോലെ ഫോട്ടോഷൂട്ടൊക്കെ ആൾക്കാർ വരുന്നു. പെരിയാറിൻ്റെ മുകളിൽ കൂടെയാണ് ഈ സംഭവം പോകുന്നവർക്ക്. ഇപ്പോൾ പെരിയാർ കലങ്ങി മറിഞ്ഞൊഴുകുകയാണ്. ഇത് നമ്മുടെ തട്ടക്കാട് നിന്ന് 10 കിലോമീറ്റർ ഉള്ളൂ. ഇവിടുന്ന് 60 കിലോമീറ്റർ പോയാൽ മൂന്നാറാണ്. ഇത് നേര്യമംഗലം വളരെ അടുത്താണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടുത്ത പ്രോക്സിമിറ്റിയാണ്. ഇതിൻ്റെ അടുത്തുള്ള പ്രോക്സിമിറ്റി സ്ഥലങ്ങളും ഇതെല്ലാം. ഇത് എറണാകുളം ജില്ലയിൽ തന്നെയാണ് ഇതെല്ലാം. അപ്പോൾ ഈ ഗ്രാമത്തിലേക്ക് ഇങ്ങോട്ടേക്ക് ഈ ബ്രിഡ്ജല്ലാണ്ട് ഇപ്പോൾ വേറെ ഒന്നുമില്ല. പണ്ട് കടത്തായിരുന്നു. അപ്പോൾ നാട്ടുകാരെല്ലാം ഈ വഴിക്കാണ് അങ്ങോട്ട് പോകുന്നത്. ഇവർ ഇതിലേക്കൂടെ സൈക്കിളിലൊക്കെ പോകണം കാണാം. സ്കൂട്ടറും കൊണ്ടുപോകണമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അതുകൊണ്ട് കാറൊന്നും എന്തായാലും പോകാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു ഗ്രാമാന്തരീക്ഷമാണ് ഇവിടെ. നല്ല രസമുണ്ട് ശരിക്കും പറഞ്ഞാൽ. നല്ല ഭയങ്കര രസമാണ് ഇവിടെ വന്നാൽ. ഈ ഒരു പാലവും പിന്നെ ഈ നാട്ടുകാരും ആ നാടും ഫുള്ളി ഫ്ലോർ ആൻഡ് ഫൗണ എന്ന് പറഞ്ഞ ഒരു ഏരിയ തന്നെയാണ് ഇതെല്ലാം. ദൂരെ നമുക്ക് മലയാറ്റൂർ മലയും അങ്ങനെ എല്ലാം കാണാം. ഇവിടുന്ന് ആ ഒരു ഏരിയ സെക്ഷനിലാണ് ഇതെല്ലാം വന്നത്. പുഴയിൽ നല്ല ഡെപ്ത് ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. പക്ഷേ ഇതൊക്കെ ഒന്ന് വന്ന് അനുഭവിക്കണം. നല്ല കാറ്റൊക്കെ കിട്ടി. ഇതിൻ്റെ മുകളിൽ നല്ല കാറ്റാട്ടോ. ഇത് ഏഴാറ്റുമുഖം എന്നുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. അതിൻ്റെ മുകളിൽ കയറി ഹൈറ്റിലാണല്ലോ, അതുകൊണ്ട് നല്ല കാറ്റായിരിക്കും. അപ്പോൾ നമ്മൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കുടിച്ചിട്ടൊക്കെ പോകാം. ഞങ്ങൾ ഒത്തിരി വെള്ളമൊക്കെ കുടിച്ചു, നാരങ്ങ കുടിച്ചിട്ട് പയ്യെ തിരിച്ചു പോകാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ 2 നല്ല സ്ഥലങ്ങൾ ഇന്ന് കാണാൻ പറ്റി. ഇത് ഞാൻ പലവണ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ യാത്രകൾ നല്ല രസമായിരിക്കുമല്ലോ. അപ്പോൾ യാത്രകൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഓരോ ദിവസവും ഓരോ രസമുള്ള കാര്യങ്ങൾ കാണുക, കാഴ്ചകൾ കാണുക എന്നുള്ളതൊക്കെ ഒരു ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഈ കലങ്ങി മറിഞ്ഞ പുഴയും ഈ നാരങ്ങ വെള്ളവും ഈ വീഡിയോയും എല്ലാം കൂടി ഒരു നല്ല രസമുള്ളൊരു സംഭവമായിട്ട് മാറി. സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്.